സുപ്രഭാതം പ്രിയപ്പെട്ടവരെ. ആഹാ, രാവിലെ എത്ര മനോഹരമായ കാഴ്ച! മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്നൊരു കാലാവസ്ഥ. എന്ത് രസമല്ലേ! എല്ലായിടത്തും ഇപ്പം ഇതായിരിക്കും അവസ്ഥ. എന്താ ഭംഗി! പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. മണ്ണിലും വിണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. ആഹാ, എന്ത് മനോഹരമായ കാഴ്ച! മലയോര മേഖലകളിൽ പതിവായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. പക്ഷേ ഡിസംബർ മാസം ആയപ്പോഴത്തേന് ഇപ്പം 6:30 കഴിഞ്ഞു. ഈ കാഴ്ചയാണ് എത്ര സുഖകരമായ കാഴ്ച! നല്ല ഭംഗിയാണ്. രാവിലെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, മനസ്സിനും ശരീരത്തിനും ഒരു പ്രത്യേക കുളിർമയാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് സ്വെറ്ററൊക്കെ ഇടുന്ന പതിവായി തുടങ്ങി. ഡിസംബർ ജനുവരി മാസം ആയപ്പോഴത്തേന് ഇവിടെയും നല്ല കേരളത്തിലും കാലാവസ്ഥാ മാറ്റങ്ങളായിരിക്കാം ഒരുപക്ഷെ. കണ്ട എന്ത് രസമാണെന്ന് നോക്കിയേ ഈ ഒരു ഇതാണ് എൻ്റെ മനോഹരമായ ഗ്രാമം. എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടും ഭാഗമാണ്. കണ്ടോ, കണ്ടവാണേ. കണ്ടോ, മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന എൻ്റെ വീട്. എന്ത് രസം! രാവിലത്തെ സമയം, ആരുടെ ശല്യമില്ല, സുഖമാണ്. ചുടക്കഴിയുമ്പോഴത്തേന് കോഴിയൊക്കെ അങ്ങ് കൂവി വെളുപ്പിക്കുക. കണ്ടോ, മഞ്ഞേ മഞ്ഞ് മഞ്ഞേ, നമ്മുടെ നാടിൻ്റെ മഞ്ഞ്, നാടൻ മഞ്ഞ്. ചുമ്മാ വിചാരിക്കല്ലേ, ഇവക്ക് ഭ്രാന്താണെന്നൊന്നും വിചാരിച്ചു പോകല്ലേ. ഒരു സന്തോഷത്തിന് അങ്ങ് ഇട്ടതാണ്. ഞാൻ ഡെയിലി വ്ളോഗ് എടുക്കാനിരുന്ന വ്യക്തിയാണ്, സമയമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും മഞ്ഞും മഴയും അതും ഇതും ഒക്കെയാണ് കാലാവസ്ഥയിൽ. നല്ല സുന്ദരമായ കാലാവസ്ഥയാണ് ഇപ്പോൾ എല്ലായിടത്തും. അപ്പോൾ എൻ്റെ നാടൊക്കെ ഭയങ്കര രസമാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെ പല ഫ്രണ്ട്സും ഇവിടെ വരുമ്പോൾ പറയും, അയ്യോ നിങ്ങൾ ഇത്രയും നല്ല സീനറിയൊക്കെ കിടന്നിട്ടാണോ പലയിടത്തും പോയി ഫോട്ടോയും വീഡിയോയും എടുക്കാൻ പോകുന്നത്. ശരിയാ, നമുക്ക് എന്താ പറയുക, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞില്ല. നമുക്ക് നമ്മുടെ വീടും പരിസരവും ഒന്നും നമുക്കത്ര പ്രാധാന്യം ഉണ്ടാകത്തില്ല. പക്ഷേ പുറത്തുനിന്നൊരു വ്യക്തി വന്ന് നമ്മളോട് പറയുമ്പോഴാണ് നമുക്കതിൻ്റെ മഹത്വം മനസ്സിലാവുന്നത്. ഭയങ്കര രസമാണ് ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തേക്ക് തോട്ടം, ഫോറസ്റ്റ് ഏരിയ അല്ലേ. ഇതിനേക്കാട്ടിലും ഭംഗിയാണ് കല്ലേലി എന്ന് പറയുന്ന സ്ഥലം. കല്ലേലി ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെയാണ്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയേക്കുന്നത് കല്ലേലി എന്ന് പറയുന്ന സ്ഥലത്താണ്. കല്ലേലി ഉരാളി അപ്പൂപ്പൻ കാവ്. ഇങ്ങോട്ട് നോക്ക് എൻ്റെ ഫ്രണ്ട്സേ, എൻ്റെ കൂട്ടുകാരെ, എന്ത് രസമാണെന്ന് നോക്കി. മഞ്ഞ് പൊഴിയും കേട്ടോ. നല്ല ചുമയൊക്കെ ഉള്ള ഞാൻ ഇറങ്ങി മഞ്ഞ് പൊഴിഞ്ഞ് ആസ്വദിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതെല്ലാം കണ്ടോ, വാഴക്കണ്ടം ഒന്നും കാണാൻ പറ്റുന്നില്ല. എല്ലായിടത്തും കുറച്ച് ഫോട്ടോ മാത്രം കാണാം, കുറേ നേതാക്കന്മാരുടെ.
അമ്പലത്തിലെ പാട്ട് കേൾക്കാം. ഞങ്ങൾക്കിവിടെ ഒരു അപ്പൂപ്പൻ്റെ ഒരു വലിയൊരു പാറയുണ്ട്, അപ്പൂപ്പൻ പാറ. കണ്ടോളൂ. മകരമാസക്കുളിരിൽ അവളുടെ മയങ്ങുവാനൊരു മോഹം രാവിൽ നിൽക്കുന്നു. ഓക്കെ, ടാറ്റാ, ബൈ.